Meet the editors. തുടരുന്ന യു ടേണോ എന്നാണ് ചോദ്യം. സുനിൽ ആദ്യം അളിയൻ, ഇപ്പോൾ ഇതാ പ്രദീപ്. വളരെ വിചിത്രമായ വാദങ്ങളൊക്കെയാണ് നമ്മൾ രണ്ട് ഘട്ടത്തിലും കേട്ടത്. ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പ്രതികരണവും നമ്മൾ കേട്ടിരുന്നു. കള്ളൻ്റെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും എന്നാണ് ഇന്നലെ പറഞ്ഞത്. അത്ഭുതപ്പെട്ടു പോയിട്ടു അങ്ങനൊരു പ്രതികരണം കണ്ടപ്പോൾ. ഇന്ന് പറഞ്ഞത് അങ്ങനെയല്ല, ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നല്ല ക്രിമിനൽ ലോയറാണെങ്കിലും രാജിവെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അളിയൻ്റെ കാര്യത്തിലും ആദ്യം പറഞ്ഞിരുന്നത് മികച്ച പൊതുപ്രവർത്തകരാണ്, നിയമപരമായി അത് നിലനിൽക്കുന്ന അപ്പോയിൻമെൻ്റ് ആണെന്ന് പറയുന്നു. ഒടുവിൽ എൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്താത്ത രീതിയിൽ അദ്ദേഹം രാജിവെച്ചൊഴിയുന്നു എന്ന് പറയുന്നു. തുടരുന്ന യു ടേണുകളാണോ? 26 ദിവസമായി ഈ സർക്കാർ ചുമതലയേറ്റിട്ട് മെയ് 18-ാം തീയതിയാണ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് 26-ാം ദിവസമാണ്. 20-ാം ദിവസം ഒരു രാജിയുണ്ടായി. ഇന്ന് 26-ാം ദിവസം രണ്ടാമത്തെ രാജിയുണ്ടായി. അതിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആദ്യ രാജി അളിയനാണ്. അത് സണ്ണി ജോസഫിൻ്റെ, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിൻ്റെ അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. അത് പിന്നീട് വലിയ വിവാദമായി. ബന്ധു നിയമന വിവാദം ഉയർന്നതിനെ തുടർന്ന് ആ രാജി നിർബന്ധമായി ഒടുവിൽ രാജിവെക്കേണ്ടി വന്നു. രണ്ടാമത്തെ രാജി ഇപ്പോൾ ഗവൺമെൻറ് പ്ലീഡർ, അത് ദേവസ്വം വകുപ്പിലാണ് ആ നിയമനം നടത്തിയത്. ആ നിയമനവും ഇപ്പോൾ വിവാദമായി. ഇന്നലെ റിപ്പോർട്ടർ TV ആണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. കാരണം അതൊരു അധാർമിക തീരുമാനമായിരുന്നു, അതൊരു ധാർമ്മികമല്ലാത്ത തീരുമാനമായിരുന്നു. അത് ഇന്നലെ നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സിലടക്കം ശക്തമായി തന്നെ അത് ഉന്നയിച്ചതാണ്, ചൂണ്ടിക്കാണിച്ചതാണ്. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്ത വലിയ വിവാദമായ, കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിഷയമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ശക്തമായി ഉയർത്തിയ സ്വർണ്ണക്കൊള്ള കേസിൽ അവിടെ സ്വർണം കട്ടവരുടെ അഭിഭാഷകനായി കോടതിയിൽ ഹാജരായ ഒരു വ്യക്തിയാണ് ഈ KB പ്രദീപ് എന്ന് പറയുന്നത്. അദ്ദേഹം, അഭിഭാഷകർ പല കേസുകളിലും ഹാജരാകാറുണ്ട്. പക്ഷേ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഈ രാജി വാങ്ങാനുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹം രാജിവെച്ച ഈ ഒരു തീരുമാനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു നിലപാട് എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായത്. മറ്റേത് എങ്ങനെയും സർക്കാരിന് പറഞ്ഞു നിൽക്കാം. കാരണം അഭിഭാഷകർ അങ്ങനെയാണ്, എല്ലാ വശത്തെയും കേസുകൾ ഹാജരാകും. ഇതിപ്പോൾ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ, അദ്ദേഹം UPA സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാരിന് വേണ്ടി അഭിഭാഷകനായിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹം അറ്റോർണി ജനറൽ ആയിട്ടുണ്ട്. അപ്പോൾ അഭിഭാഷകർ അങ്ങനെയൊക്കെ തീരുമാനമെടുക്കും. അഭിഭാഷകർ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അഭിഭാഷകർ പല പോസ്റ്റുകളിലും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ രാഷ്ട്രീയമാണെന്ന് പ്രശ്നം. ഒരു സർക്കാരിന് സാങ്കേതികമായി മാത്രം ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. ഒരു സർക്കാരിന് രാഷ്ട്രീയം നോക്കിക്കൂടിയേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഈ അഭിഭാഷകനായ KB പ്രദീപ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു മോദി ഭക്തനാണ്. മോദിയെ ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന ആളാണ്. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പ്രധാനമന്ത്രി അവഹേളിക്കുന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായി പോസ്റ്റ് ഇടുകയും അത് പങ്കുവയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷകനെ എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ് പ്ലീഡറായി നിയമിക്കുക എന്നത്? അതും ദേവസ്വം വകുപ്പിൽ വലിയ വിവാദ കേസുകൾ നിലനിൽക്കുന്ന ഒരു വകുപ്പിൽ. ആ കേസിൽ ഇനി എങ്ങനെയാണ് അദ്ദേഹം വാദങ്ങൾ നിരത്തുക? എങ്ങനെയാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകൻ ഈ നേരെ അപ്പുറത്ത് സർക്കാരിൻ്റെ ഭാഗങ്ങൾ നിരത്താൻ പോകുന്നത്? സ്വർണം കട്ടിട്ടില്ല എന്ന് വാദിച്ച ഒരു അഭിഭാഷകൻ പിന്നീട് സ്വർണം കട്ടു എന്ന് എങ്ങനെയാണ് വാദിക്കാൻ പോകുന്നത്? ഇനി അദ്ദേഹം ഈ കേസിൽ ഹാജരാകുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം എന്ത് ഉപദേശമാണ് ഇനി മറ്റ് അഭിഭാഷകർക്ക് നൽകുക? ഇതൊക്കെയാണല്ലോ ഉയർന്ന ചോദ്യം. ഏതായാലും ഈ ഒരു വിവാദങ്ങൾക്ക് പിന്നാലെ ആ അഭിഭാഷകൻ്റെ ആ ഗവൺമെൻറ് പ്ലീഡർ പോസ്റ്റിൽ നിന്നുള്ള രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങിയിരിക്കുന്നു എന്നതാണ് എൻ്റെ ചോദ്യം. എന്തിനാണ് ഇദ്ദേഹത്തെ നിയമിച്ചത്? ആരാണ് ഇദ്ദേഹത്തെ നിയമിക്കാൻ ഉപദേശം നൽകിയത്? ഈ നിയമനത്തിലൂടെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? K മുരളീധരനാണല്ലോ ദേവസ്വം മന്ത്രി. അദ്ദേഹം പറഞ്ഞു വകുപ്പ് അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന വളരെ ക്ലിയറാണ്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി, അദ്ദേഹത്തിൻ്റെ വകുപ്പ് അറിഞ്ഞിട്ടില്ല ഈ നിയമനം, മുഖ്യമന്ത്രിക്ക് വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവസ്വം വകുപ്പിൻ്റെ എല്ലാ ചുമതലയും എല്ലാ നടപടികളും മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിൽ മാത്രമാക്കാൻ ദേവസ്വം മന്ത്രിയായ K മുരളീധരൻ തീരുമാനിച്ചു എന്നതാണ്. പാർട്ടി അറിഞ്ഞിട്ടില്ല എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. പാർട്ടി പോലും അറിഞ്ഞിട്ടില്ല, പാർട്ടിക്കറിയില്ല. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ്, സംസ്ഥാന വൈദ്യുതി മന്ത്രിയായ സണ്ണി ജോസഫ് പറയുന്നു പാർട്ടി അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ
ഇന്ന് ലോയസ്റ്റ് കോൺഗ്രസ്, സാധാരണ കോൺഗ്രസിൻ്റെയൊക്കെ തന്നെ ഇത്തരം നിയമനം വരുമ്പോൾ ലോയസ്റ്റ് കോൺഗ്രസിൻ്റെയൊക്കെ ഒരു അഭിപ്രായം എടുക്കാം. പക്ഷേ അവരും അറിഞ്ഞിട്ടില്ല, അവരും ഇതിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രീ വി ഡി സതീശൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഈ കെ പി പ്രദീപ് എന്ന് പറയുന്ന ആളെ ദേവസ്വം വകുപ്പിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് എന്നൊരു വലിയ ചോദ്യം കൂടെ അവശേഷിക്കുകയാണ്. നോക്കൂ, എത്ര വിവാദങ്ങളാണ് ഈ ഒരു 26 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യം ചൂണ്ടിക്കാണിച്ച ഈ അളിയൻ വിവാദം, ഇപ്പോൾ ഇതാ ഗവൺമെൻറ് പ്ലീഡർ നിയമനം, ഇതുപോലെ തന്നെ ഈ ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനമായിക്കോട്ടെ, പ്ലീഡർമാരുടെ നിയമനമായിക്കോട്ടെ, അഭിഭാഷകരുടെ നിയമനമായിക്കോട്ടെ, ഇതൊക്കെ വലിയ വിവാദമായി ഇപ്പോഴും തുടരുകയാണ്. ഒരുപാട് പേർ പരാതിയുമായി ചെല്ലുകയാണ്. അതായാലും ഇവിടെയൊക്കെ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇവിടുത്തെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ബി ജെ പിക്കെതിരെ ഞങ്ങളിതാ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. ബി ജെ പിക്കെതിരെ ബി ജെ പിയുമായി ഇവിടെ സി പി എമ്മും ബി ജെ പിയും ഒക്കെ തന്നെ ഇവിടെ ഒരു സഖ്യമുണ്ടാക്കിയിരിക്കുന്നു, ഇവിടെ ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു, ഇവിടെ ബി ജെ പിയും സി പി എമ്മും പരസ്പരം വോട്ട് മറിക്കുകയാണ് എന്നൊക്കെ വലിയ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു സർക്കാർ സംഘപരിവാറുകാരനായ ബി ജെ പിക്കാരനായ ഒരു അഭിഭാഷകനെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിക്കുകയാണ്. എന്ത് നീതിയാണുള്ളത്? എന്താണ് ഇതിൽ വിശദീകരണം? മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ത് സാഹചര്യത്തിലാണ്, ആരാണ് ഇങ്ങനെ ഒരു ഉപദേശം നൽകിയത് എന്ന്. ഏതായാലും ഈ സർക്കാരിൻ്റെ നോക്കൂ, ഇപ്പോൾ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിലും സംശയമാണ്. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറയുകയാണ്, കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങി, പി എം ശ്രീയുടെ പണം വാങ്ങി, അതുകൊണ്ട് ഇനി പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതായത് പി എം ശ്രീയിൽ നിന്ന് 92 കോടി രൂപ സംസ്ഥാന സർക്കാർ, അതായത് കഴിഞ്ഞ LDF സർക്കാർ പി എം ശ്രീയിൽ ഒപ്പുവെച്ചു എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് പി എം ശ്രീയുടെ ആദ്യ ഗഡു പണം വാങ്ങിയെന്ന്, ആ പണം വാങ്ങിയതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ്, കളവാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കി അങ്ങനെ ഒരു പണം നൽകിയിട്ടില്ല, SSKയുടെ ഫണ്ടാണ് നൽകിയത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് പി എം ശ്രീയുടെ പണം വാങ്ങി. അപ്പോൾ പി എം ശ്രീ നടപ്പാക്കണം എന്ന് ഈ സർക്കാരിന് നിർബന്ധമാണ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തിനാണ് നിങ്ങൾ പി എം ശ്രീക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത്? ഇതൊരു സംഘപരിവാർ അജണ്ടയാണ്. ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി സംഘപരിവാർ അജണ്ടകൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പി എം ശ്രീ പദ്ധതി ഈ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല, ഇത് CPM BJP ഡീലാണ് എന്ന് നിങ്ങൾ ഈ കേരളത്തിൽ വലിയ പ്രചരണം ഉന്നയിച്ചുവല്ലോ. അപ്പോൾ ആ പ്രചരണം എന്തിനായിരുന്നു? അപ്പോൾ ഉയർന്ന വലിയ രാഷ്ട്രീയ ചോദ്യമാണിത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ ഗവൺമെൻറ് പ്ലീഡറുടെ നിയമനം, അതായത് BJP അനുകൂലിയായ ഗവൺമെൻറ് പ്ലീഡറുടെ നിയമനം എന്തിന് എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പി എം ശ്രീ പദ്ധതി നടപ്പാക്കി മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നുള്ള രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ് കോൺഗ്രസ്സിന് എടുക്കാൻ കഴിയുന്നത്? ആരോഗ്യവകുപ്പ് നോക്കൂ, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒന്നും ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഒന്നും അറിയുന്നേയില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇന്ന് രസകരമായിട്ടുള്ള 2 പ്രസ്താവനകൾ പറയാം. പാലക്കാട് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു എന്ന് ആരോഗ്യമന്ത്രി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്ന് വാർത്താക്കുറിപ്പ് ഇറങ്ങുകയാണ്. തൊട്ട് പിന്നാലെ പാലക്കാട് DMO പറയുകയാണ് അങ്ങനെ ആർക്കും കോളറയില്ല. രണ്ടാമത്തെ വാർത്താക്കുറിപ്പ് വരുന്നു, കോളറ സംശയിക്കുന്നുവെന്ന്. വീണ്ടും പാലക്കാട് DMO പറയുന്നു അങ്ങനെ കോളറയില്ല എന്ന്. ഇപ്പോൾ പറയുന്നു കോളറയില്ല എന്ന്. അതുപോലെ തന്നെ ഷിഗല്ല സ്ഥിരീകരിച്ചുമായി ബന്ധപ്പെട്ട്, നിപ്പ സ്ഥിരീകരിച്ചുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ഒന്ന് പറയുന്നു, അതുപോലെ തന്നെ വകുപ്പ് സെക്രട്ടറി ഒന്ന് പറയുന്നു, ജില്ലാ കളക്ടർ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ഇത്തരത്തിൽ ഏതാണ്ട് കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പല വകുപ്പുകളിലും കാണുന്നൊരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇത്തരം പൊളിറ്റിക്കൽ മിസ്റ്റേക്കുകൾ വി ഡി സതീശൻ സർക്കാരിൽ നിന്നുണ്ടാകുന്നത്. ഏതായാലും ഈ പ്ലീഡർ നിയമനമായിക്കോട്ടെ, പി എം ശ്രീയുടെ കാര്യമായിക്കോട്ടെ, ഈ സർക്കാരിൻ്റെ പല തീരുമാനങ്ങളിലും വലിയ രാഷ്ട്രീയ സംശയങ്ങളുണ്ട്. ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ സംശയമുണ്ട്. ഞാൻ ഇന്നലെ കോട്ട് ചെയ്ത് ഒന്നുകൂടി പറയാം. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ RSSന് മുന്നിലും BJPക്ക് മുന്നിലും കോൺഗ്രസ് ഒരു കാലത്തും മുട്ടുമടക്കില്ല, അങ്ങനെ മുട്ടുമടക്കേണ്ടി വന്നാൽ അതിനു മുൻപ് കോൺഗ്രസ്സുകാരനായി തന്നെ ഓരോ കോൺഗ്രസ്സുകാരും മരണപ്പെട്ടിരിക്കും, അതല്ല എങ്കിൽ ഞങ്ങളുടെ ശിരസ്സുകൾ കട്ട് ചെയ്യൂ എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ സഖ്യം യോഗത്തിൽ പറഞ്ഞത്. അങ്ങനെ രാഹുൽ
ഗാന്ധി ദേശീയ തലത്തിൽ പ്രസംഗിച്ച് BJPക്കെതിരെയും RSSനെതിരെയും വലിയ നീക്കങ്ങൾ നടത്തുമ്പോൾ ഇവിടെ RSSുമായും BJPയുമായും ഈ സർക്കാരിന് ഒരു മൃദു സമീപനമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നിയമനങ്ങളാണ് കഴിഞ്ഞ 26 ദിവസങ്ങളിലുള്ളിൽ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ദേവസ്വം വകുപ്പിലെ ഗവൺമെന്റ് പ്ലീഡർ നിയമനം എന്ന് പറയുന്നത്. ഏതായാലും ആ ഒരു രാഷ്ട്രീയ വിവാദം അത് ഗൗരവമായി തന്നെ ഉയർന്നതുകൊണ്ടാണ് ഈ രാജി വേണ്ടി വന്നത്. അതല്ല എങ്കിൽ ഇദ്ദേഹത്തിന് ഈ വകുപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ നിലനിർത്താൻ എല്ലാ നീക്കങ്ങളും ഈ സർക്കാർ നടത്തിയേനെ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഓക്കെ, ആദ്യം അളിയൻ്റെ രാജി, രണ്ടാമത്തേത് പ്രദീപിൻ്റെ രാജി, സ്പെഷ്യൽ ദേവസ്വം ബോർഡിൻ്റെ ഗവൺമെൻറ് പ്ലീഡറുടെ രാജി. തുടരുന്ന യു ടേൺ ആണോ സ്മൃതി? ഇതുവരെ തുടർന്ന യു ടേൺ ആണ്. 2 യു ടേണുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ സണ്ണി ജോസഫ് ആണെങ്കിലും ഇപ്പോൾ ഭാര്യ സഹോദരൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പിന്നീട് അദ്ദേഹം രാജി കൊടുത്ത ശേഷവും പ്രതികരിച്ചത് അതൊരു ആപ്റ്റായ നിയമനമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചത്. എനിക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് വിശ്വസ്തനായ ഒരു ആളായി നിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശ്വസ്തരല്ലേ എന്നുള്ള ചോദ്യം നമ്മൾ അന്നേ ചോദിച്ചതാണ്. അപ്പോൾ രണ്ടാമത്തെ യു ടേൺ എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവത്തുള്ള വിഷയമാണ്. മറ്റേത് രാഷ്ട്രീയ നിയമനമാണ്. അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഒരു ഔചിത്യക്കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ധാർമ്മികമായ പ്രശ്നമുണ്ട്. ഔചിത്യക്കുറവ് മാത്രമല്ല, ധാർമ്മികമായ പ്രശ്നം കൂടിയുണ്ട്. ഇതിൽ ഈ അഡ്വക്കേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ചിരുന്ന ഒരു അഭിഭാഷകൻ വരുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അത്ര ശക്തമായി ഉന്നയിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ അത് UDFന് അധികാരത്തിലേക്ക് വരാൻ തന്നെ ഇടയാക്കിയതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുകയും ചെയ്യുകയാണ്. നമ്മൾ കേട്ടതാണ് ആ പാട്ട് അവിടെ പാടിക്കൊണ്ടിരുന്നത്. ആ പാട്ട് പാടി തന്നെയാണ് നേതാക്കൾ വോട്ട് തേടിയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ വലിയ താല്പര്യമില്ലേ ഈ സർക്കാരിന് എന്ന് സംശയിക്കാവുന്ന രീതിയിലാണ് പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനെ പ്രത്യേക പോസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ആ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്നുള്ളത് ദേവസ്വം ബോർഡ് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി ദേവസ്വം വകുപ്പിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ ഉണ്ടാകും, കുറച്ചുകൂടി കാര്യങ്ങൾ പരിശോധനകളിലൂടെ നടത്തി കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത്. ദൗർഭാഗ്യവശാൽ എന്ന് പറയുകയാണെങ്കിൽ അതേ പോസ്റ്റിലേക്ക് തന്നെ ആ കേസിലെ പ്രതിഭാഗത്തിന് അഭിഭാഷകൻ എത്തുകയാണ്. ഇപ്പോൾ 24 മണിക്കൂറിൽ ആ തീരുമാനമുണ്ടായി എന്നുള്ളത് റിപ്പോർട്ടർ TV ആണ് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. നമ്മുടെ നിയമകാര്യ ലേഖൻ ശ്യാം ദേവരാജാണ് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. ആ വാർത്ത ബ്രേക്ക് ചെയ്ത് 24 മണിക്കൂറിനകത്ത് തീരുമാനമുണ്ടായത് എന്നുള്ളത് ശുഭകരമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു പിഴവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തുന്നു. ഇപ്പോൾ 2 പിഴവുകളായാലും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്താൻ തയ്യാറാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരിക്കുന്ന പല ബന്ധു നിയമനങ്ങളായാലും അതല്ലാത്ത നിയമനങ്ങളായാലും ആരോപണങ്ങൾ ഉയരുകയും പ്രതിഷേധമുണ്ടാകുകയും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുകയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്ത ഘട്ടത്തിലൊന്നും തന്നെ അത്തരത്തിലൊരു തീരുമാനം തിരുത്തലിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന പ്രതികരണം, ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. ഇന്നലെ എന്താണ് ദേവസ്വം മന്ത്രി അതിനോട് പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രി പറയുന്നത് ജനങ്ങൾക്ക് വലിയ വേദനയുണ്ടായി, ജനങ്ങളുടെ പ്രതിഷേധം എന്ന വാക്കല്ല അത് ഉപയോഗിച്ച്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തീരുമാനമാണ് എന്ന് കണ്ടതുകൊണ്ട് അത് തിരുത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് അദ്ദേഹം താൻ അറിഞ്ഞല്ല നിയമനം എന്ന് പറയുന്നില്ല, അത് തിരുത്തുകയാണ്. മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുന്നു. ഇന്ന് ഭക്തജനങ്ങൾക്ക്, അതെ, ഭക്തജനങ്ങളുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആ തീരുമാനം പറയുന്നത്. അപ്പുറത്ത് സണ്ണി ജോസഫിന്റെ പ്രതികരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം KPCC അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം നടത്തിയ ബന്ധു നിയമനം ത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നാക്കം പോയതിന് പിന്നാലെ ഈ ആരോപണം വരുമ്പോൾ അദ്ദേഹം പറയുന്നു പാർട്ടി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ടി അറിയാതെ വന്നിരിക്കുന്ന തീരുമാനം എന്ന് പറയുമ്പോൾ ഇത് മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ വരികയാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. ആ പ്രതികരണത്തെ അങ്ങനെ വേണമെങ്കിൽ കാണാം. അതല്ല, സണ്ണി ജോസഫ് താൻ കൊണ്ടുവന്ന ഒരു നിയമനം റദ്ദാക്കപ്പെടുമ്പോൾ അപ്പുറത്തൊരു നിയമനം കൂടി റദ്ദാക്കപ്പെടുന്നതിൽ ഒരു സന്തോഷം പ്രകടിപ്പിച്ചതാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. ഏതായാലും കോൺഗ്രസിൽ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. അതിലപ്പുറം ലോയേഴ്സ് യൂണിയന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ലോയേഴ്സ് യൂണിയനിൽ ഇതിലൊരു എതിർപ്പുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ്സുകാരായ അഭിഭാഷകരുണ്ടാവും. അവരൊക്കെ തന്നെയും പല പോസ്റ്റുകളും പ്ലീഡർ നിയമനം ഒക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരുണ്ടാകും, പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനം പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു നിന്നവരും പ്രതീക്ഷിക്കുന്നവർക്കും അത് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. 40 നിയമനങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഇനിയും നിയമനം നടക്കാനുണ്ട്. അതിലേക്ക് ആരൊക്കെ വരുമെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഇതിൽ AG എടുത്തിരിക്കുന്ന തീരുമാനം, AGയുടെ നിയമനം പോലും നേരത്തെ ഒരു ഘട്ടത്തിൽ വിവാദമായിരുന്നതാണ്.
അല്ലെങ്കിൽ ഒരു ചർച്ച അതിന്മേൽ നടന്നാണ്. AG എടുത്ത തീരുമാനമാണോ, AG ആണോ മുഖ്യമന്ത്രി ഇതിൽ പ്രതിക്കൂട്ടിലാക്കിയത്, അതല്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇതിൽ താല്പര്യമുണ്ടോ, ഈ പറയുന്ന പ്രദീപുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള ചോദ്യമോടെ വരുമ്പോൾ അതിൽ കുറച്ചുകൂടി സുതാര്യമായ മറുപടികൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ആ രാജി സംഭവിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്നതാണ്, ആരോഗ്യമന്ത്രി, ദേവസ്വം മന്ത്രി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ എന്നുള്ളത് വലിയ രീതിയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ നമുക്ക് അറിയുന്നത് വളരെ ശക്തമായി, വളരെ സട്ടിലായി പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ വളരെ രൂക്ഷമായി കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകുന്ന ഒരു നേതാവാണ് ആയിട്ടാണ് നമുക്ക് മുരളീധരനെ അറിയുന്നത്. പക്ഷേ കെ മുരളീധരൻ മന്ത്രിയായ ശേഷം ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ അങ്ങനെ കൃത്യമായ പരിശോധനയില്ലാതെ, കാരണം ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്തിൽ നിന്ന് പ്രതികരിക്കേണ്ട ഘട്ടത്തിൽ ഇപ്പോൾ എന്താണ്, ഷിഗല്ലയുണ്ട്, കോളറയുണ്ട്, നിപ്പയുണ്ട്, ഇതിലൊക്കെ തന്നെയും കണക്കുകളുണ്ട്, ജില്ലകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായി മന്ത്രിക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കുന്നില്ല എങ്കിൽ അതിന്മേൽ നടപടി ഉണ്ടാക്കണം. മന്ത്രിക്ക് ആ വിവരങ്ങൾ ലഭിച്ച ശേഷമാണോ മന്ത്രി പ്രതികരിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിക്കെതിരെ എത്രത്തോളം ആരോപണങ്ങൾ വരുന്നു നമ്മുടെ മുന്നിലുള്ളതാണ്. അങ്ങനെയല്ലാത്ത ഒരു മന്ത്രി എന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ, നടപടികൾ തുടക്ക ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ ഇതാ ഈ പറഞ്ഞ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിനോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. നിപ്പയുമായി ബന്ധപ്പെട്ട് ഇന്നലെ കളക്ടർ പറഞ്ഞതും മന്ത്രി പറഞ്ഞതും രണ്ടാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ഇപ്പോൾ കോളറയുടെ കാര്യത്തിലും പാലക്കാട് കോളറ ഇല്ല എന്നല്ല കേട്ടോ, കോളറ സംശയിച്ചിരുന്നു 2 പേർക്ക്, പക്ഷേ അത് സ്ഥിരീകരിച്ചില്ല എന്നുള്ള വിവരം അവിടെ നിന്ന് DMO നൽകുകയാണ്. പക്ഷേ മന്ത്രി അറിയുന്നില്ല. മന്ത്രി ഉടനെ പറയുകയാണ് അവിടെ കോളറ സ്ഥിരീകരിച്ചു എന്ന്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മന്ത്രി, ഇപ്പോൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ മന്ത്രി എവിടേക്ക് പോകണം? നിപ്പയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്. അവിടെ മന്ത്രി അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രവർത്തിക്കണം എന്ന രൂപത്തിലുള്ള പ്രതികരണം പറയുകയാണ്. അപ്പോൾ ഈ പറയുന്ന കോളറ വരുമ്പോഴും ഷിഗല്ല വരുമ്പോഴും അവിടേക്കൊക്കെ മന്ത്രി ഓടേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഓരോ സർക്കാരിനും, ഓരോ മന്ത്രിമാർക്കും അവരുടേതായ പ്രവർത്തന രീതി ഉണ്ടാകും. അങ്ങനെ ഒരു കാര്യം അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ നിപ്പയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഇന്നിപ്പോൾ വാർത്താക്കുറിപ്പിൽ നിപ്പയിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യം, നിപ്പയിൽ ഒരു വ്യക്തിക്ക് മാത്രമാണ് നിപ്പ ബാധിച്ചിട്ടുള്ളത്. അതൊരു 46-കാരനാണ്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുമ്പോഴും ഇപ്പോൾ മരുന്നുകളോട് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അതിൽ നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സമ്പർക്ക പട്ടികയിലുള്ള 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ കാര്യം കൂടിയുണ്ട്. ബാക്കി 4 പേരുടെ കൂടി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധന നടക്കുന്നു എന്നുള്ള കുറിപ്പ് കൂടി വരുന്നു. അവിടെ ജില്ലയുടെ ചാർജുള്ള മന്ത്രി AP അനിൽകുമാറാണ് അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മളിന്ന് രാവിലെ കാണുന്ന ഒരു ഷോ ഉണ്ട്, ഞാൻ അതിന് ഷോ തന്നെ പറയും കേട്ടോ. ഈ മുഹമ്മദ് റിയാസ്, മുൻ മന്ത്രി, അദ്ദേഹം കളക്ടറുടെ മുറിക്ക് പുറത്തു വന്നിട്ട് കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് എനിക്ക് വിളിക്കാൻ പറ്റുന്നില്ല, അവിടെയുള്ള ആളുകളെ വിളിച്ചിരിക്കുക ആശ്വസിപ്പിക്കണം എന്ന് പറയുകയാണ്. ഒരാൾക്കാണ് നിപ്പ ബാധിച്ചിരിക്കുന്നത്, അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം എവിടേക്ക് വിളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാടാണ്, ബേപ്പൂരാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള എല്ലാ സ്ഥലങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഇനി ഇങ്ങനെ ഒരു പ്രദേശത്ത് ഈ പ്രശ്നം ബാധിത പ്രദേശമാണെങ്കിൽ അവിടുത്തെ ഒരാളുടെ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് വിളിക്കാനാവുന്നതാണ്. അവിടേക്ക് വിളിക്കേണ്ട എന്ന് കളക്ടർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതിൽ വിസ്തീർണമായിട്ട് വരുന്നത് കണ്ടെയ്ൻമെൻറ്റ് സോണില്ല, അങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്ക് എനിക്ക് പ്രവേശനം വേണമെന്ന രൂപത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ആവശ്യപ്പെടുക? അപ്പോൾ ഈ ശ്രദ്ധയാകർഷിക്കാൻ മുൻകാലത്ത് ചെയ്തിരുന്ന പോലെയുള്ള ഇത്തരം ഗിമ്മിക്കുകളിൽ നിന്ന് മാറി നിൽക്കുക, യഥാർത്ഥ വിഷയങ്ങളിലേക്ക് വരിക എന്നുള്ള. നിപ രോഗബാധ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾക്കേ വന്നിട്ടുള്ളൂ എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനി പടരാതിരിക്കട്ടെ, അതിനുവേണ്ട പ്രതിരോധ നടപടികൾ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ വിമർശിക്കാം. അതിൽ വിമർശനവുമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എനിക്കങ്ങോട്ട് ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല എന്ന രൂപത്തിലുള്ള നാടകമൊക്കെ കളിക്കുന്നത് വളരെ മോശമാണ് എന്ന് എനിക്കാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. തുടരുന്ന യൂട്ടേൺ ആണോ എന്നുള്ളതാണ് ചോദ്യം. തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. 2 യൂട്ടേൺ ആകുമ്പോൾ ഒരു വൃത്തമാവും. ഇപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2002 ഫുട്ബോൾ ലോകകപ്പ് നടക്കുമ്പോൾ ഹക്കൻ സുക്കർ എന്ന് പറയുന്ന തുർക്കിയിലെ കളിക്കാരനാണ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇതിന് ഏറ്റവും വേഗതയേറിയ ഗോളടിച്ചത്. 11ാമത്തെ സെക്കൻഡിലാണ് ഗോളടിക്കുന്നത്. 11ാമത്തെ സെക്കൻഡിൽ 2002 ഇതിപ്പോൾ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 1 മാസം ആകുന്നില്ല. 2 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ വീണിരിക്കുക, 2 പ്രധാനപ്പെട്ട രാജികൾ സംഭവിച്ചിരിക്കുക. അത്ഭുതമുണ്ട്. കളി തുടങ്ങിയിട്ട് 11ാമത്തെ സെക്കൻഡിലല്ലേ? കളി തുടങ്ങി 11 സെക്കൻഡ് ആയപ്പോഴാണ്. ഇത് കളി തുടങ്ങിയിട്ടില്ല. 100 ദിന കർമ്മ പദ്ധതി വന്നിട്ടില്ല. ഈ സർക്കാരിൻ്റെ ബഡ്ജറ്റ് വന്നിട്ടില്ല. സർക്കാരിൻ്റെ നയപരമായ പരിപാടികൾ പ്രഖ്യാപിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനിടയിലാണ് 2 പ്രധാനപ്പെട്ട രാജികൾ സംഭവിക്കുന്നത്. ഒന്നൊരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ്, 2 ഈ സർക്കാരിലെ തന്നെ പുതുതായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വകുപ്പാണ്. ഏതാണ്? ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പീരീഡ്. ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ സ്പെഷ്യൽ പീരീഡിലെ തന്നെയാണ് ഇപ്പോൾ രാജിവെക്കാൻ പോകുന്നത്. കൗതുകകരമായ കാര്യം, വരുന്ന നരേറ്റീവുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അളിയൻ്റെ രാജി അളിയനെ വിശുദ്ധനാക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ വിശുദ്ധനാക്കാൻ വേണ്ടിയിട്ട് അളിയൻ്റെ രാജിക്ക് വേണ്ടി ഈ അളിയനെ നിയമിച്ചതാരാ?
ഇത് മറ്റേ അളിയനാ. അപ്പോൾ അളിയനെ വിശുദ്ധനാക്കാൻ വേണ്ടി അളിയൻ രാജിവെച്ചു എന്ന നരേറ്റീവാണ് അതിന് ശേഷവും പറയുന്നത്. അളിയൻ എനിക്കേറെ വിശ്വസ്തനായിരുന്നു. അളിയൻ വിശ്വസ്തനായിരിക്കും അളിയ, പക്ഷേ അളിയൻ വിശ്വസ്തനാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അളിയനാണ് എന്നുള്ളതാണ് പ്രശ്നം. അത് സ്വന്തം വകുപ്പിലായി പോയി എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് വിശ്വസിക്കാൻ മറ്റൊരാളുമില്ല എന്ന് അങ്ങ് പറയുമ്പോഴാണ്, അഥവാ പറയുന്ന രീതിയിൽ അങ്ങ് പ്രതികരണം നടത്തുമ്പോഴാണ് പ്രശ്നം എന്നുള്ളതുകൊണ്ട്, അതുകൊണ്ട് ഇത് അളിയനെ വിശുദ്ധനാക്കാനുള്ള രാജി എന്ന മട്ടിലുള്ള വ്യാഖ്യാനം ശരിയല്ല. ഗുരുതരമായ പിഴവാണ് അവിടെ സംഭവിച്ചത്. സ്വജനപക്ഷപാതം, ബന്ധു നിയമനം, ഇതിൻ്റെയൊക്കെ പേരിൽ കഴിഞ്ഞ 10 വർഷം LDF സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചവർ തന്നെയാണ്, അതും KPCCയുടെ അധ്യക്ഷൻ തന്നെയാണ് വന്നതെന്ന് പറയുന്നത്. ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് നിയമപരമായ തടസ്സമില്ല, കാര്യക്ഷമതയുള്ള പൊതുപ്രവർത്തകനാണ്, ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് അതിനെ ആദ്യം ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഒടുവിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇത് പിടിവിട്ടു പോകുമെന്ന് തോന്നി. ഒടുവിൽ അളിയൻ്റെ രാജി വന്നു. അപ്പോഴാണ് ആ വ്യാഖ്യാനം എത്തുന്നത്, അളിയൻ്റെ പേരിന് സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാജിവെച്ചു. പക്ഷേ എൻ്റെ ചോദ്യം, സ്വന്തം അളിയനെ സ്വന്തം വകുപ്പിൽ പേഴ്സണൽ സ്റ്റാഫായി തീരുമാനിക്കാൻ എടുക്കുന്ന ആ നിമിഷമുണ്ടല്ലോ, ആ നിമിഷം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. KPCC പ്രസിഡന്റായിരുന്നു സണ്ണി ജോസഫ്, സാധാരണ ഒരു മന്ത്രിയല്ല. KPCCയുടെ അധ്യക്ഷൻ എന്ന പദവിയിൽ കൂടി ഇരിക്കുന്ന മനുഷ്യനാണ് ഈ സ്വജനപക്ഷപാതത്തിനും ബന്ധു നിയമനത്തിനുമായിട്ട് കുട പിടിച്ചത് എന്നുള്ളതാണ്. ആദ്യ പ്രതിച്ഛായ നഷ്ടം അവിടെ തുടങ്ങി കേട്ടോ. അത് വലിയ രീതിയിൽ ജനങ്ങളെ സംശയമുനയിൽ നിർത്തി ഈ സർക്കാരിനെ. രണ്ടാമത്തെ യൂട്ടേണോ അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. ആ യൂട്ടേണിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് എന്താണ്? രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരാണ് രാജി ആവശ്യപ്പെട്ടത്? നമ്മുടെ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം രാജി സമർപ്പിച്ചിരിക്കുന്നു. നിയമിച്ചതാരാ? അത് നിയമവകുപ്പ് മന്ത്രിയാണ് നിയമിച്ചത്. ആരാ നിയമവകുപ്പ് മന്ത്രി? ഇതേ മുഖ്യമന്ത്രി തന്നെയാണ്, VD സതീശൻ തന്നെയാണ്. അപ്പോൾ നിയമിച്ച VD സതീശൻ തന്നെ രാജി ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നിയമിച്ചത്? രാജിവെക്കാൻ വേണ്ടിയാണോ നിയമിച്ചത്? രാജി ആവശ്യപ്പെടാൻ വേണ്ടിയാണോ നിയമിച്ചത്? ആവശ്യപ്പെട്ടല്ല സാർ, ചോദിച്ചു വാങ്ങി എന്നുള്ളതാണ്. എന്ത് നരേറ്റീവാണ്? അളിയനെ വിശുദ്ധനാക്കാൻ വേണ്ടി ഒരു അളിയൻ രാജിവെക്കുന്നു ഒരു ഭാഗത്ത്, രണ്ടാമത് മുഖ്യമന്ത്രി രാജി ചോദിച്ചു വാങ്ങുന്നു. സാർ, ഇതേ സ്ഥാനത്തേക്ക് നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ അങ്ങ് തന്നെയല്ലേ ഈ KB പ്രദീപിനെ നിയമിച്ചത്? ഈ ഭണ്ഡാരിയുടെ വക്കീലായിട്ട് വന്ന, ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ വക്കീലായിട്ട് വന്ന് സ്വർണം കവർന്നുവെന്ന് SITക്ക് സംശയമുള്ള, പൊതുജനങ്ങൾക്ക് സംശയമുള്ള, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കള്ളൻ്റെ വക്കീലിനെ ഈ പറയുന്ന എവിടെ നിന്ന് സ്വർണം കവർന്നോ അവരുടെ വക്കീലായിട്ട് തീരുമാനിച്ചത് അങ്ങ് തന്നെയല്ലേ? എന്നിട്ട് രാജി ചോദിച്ചു വാങ്ങി എന്ന് പറയുന്നതിലെ ഒരു കൗതുകം, അത് എത്രമാത്രം അപഹാസ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ചോദിച്ചു വാങ്ങുകയല്ല അവിടെ സംഭവിച്ചത്. ഗത്യന്തരമില്ലാതെ പിടിക്കപ്പെട്ടപ്പോൾ, കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ കൈയൊഴിയുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ 2 പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഈ രാജി എങ്ങനെ വന്നു എന്നതാണ്. ഞാൻ കരുതിയിരുന്നത് നിയമനം മാത്രമേ നടന്നുള്ളൂ, ചുമതല ഏറ്റെടുത്തിരുന്നില്ല എന്നാണ്. പക്ഷേ ചുമതല ഏറ്റെടുത്തിരുന്നില്ലെങ്കിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല, പകരം എന്ത് ചെയ്താൽ മതി? ആ നിയമന ഉത്തരവ് പിൻവലിച്ചാൽ മതി. പക്ഷേ ഇന്നലെ തന്നെ വന്ന് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ആരാ ഇന്നലെ വന്ന് ചുമതല ഏറ്റെടുത്ത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കേസിൽ ഏറ്റവും നിർണായകമായ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആ മനുഷ്യൻ്റെ പേര് നമ്മൾ കേട്ടു. ഒന്ന്, സോണിയാഗാന്ധിക്കൊപ്പം ജൻപഥിൽ പോയി സോണിയാഗാന്ധിക്ക് സമ്മാനങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ നിൽക്കുന്നയാളാണ് ഈ ഭണ്ഡാരി. ആ ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. എന്താണ് അവർ ചെയ്ത കുറ്റം? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി സ്വർണം ഉരുക്കിയെടുത്ത തട്ടിപ്പിന് കൂട്ടുനിന്നു. ആ സ്വർണം ഉരുക്കിയെടുത്ത കാട്ടുകള്ളൻ്റെ വക്കീലായിട്ട് നിന്ന ഒരു മനുഷ്യൻ ഇന്നലെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. 24 മണിക്കൂർ അദ്ദേഹം പദവിയിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജിവെക്കുന്നതിന് മുൻപ് ഇന്നലെ ചുമതല ഏറ്റെടുക്കുന്നു, പിന്നീട് രാജി സമർപ്പിക്കുന്നു. ചുമതല ഏറ്റെടുക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ ഈ സർക്കാരിൻ്റെ ഭാഗമായി ഈ കേസുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ രേഖകൾ ആ വക്കീൽ കണ്ടിട്ടില്ല എന്നെങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും? എങ്ങനെയാണ് സ്മാർട്ട് ക്രിയേഷൻസിന് അഭിഭാഷകനായിരുന്ന KB പ്രദീപ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ രാജിവെക്കുമ്പോൾ ആ മണിക്കൂറുകൾക്കുള്ളിൽ ഈ കേസിനെ ബാധിക്കുന്ന, സ്മാർട്ട് ക്രിയേഷൻസിന് അനുകൂലമായേക്കാവുന്ന SITയുടെ നിർണായകമായ കണ്ടെത്തലുകൾ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഫയലുകൾ ഈ ഗവൺമെൻറ്റിൻ്റെ, ഈ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ പ്ലീഡർ എന്ന നിലയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആ രേഖകൾ അദ്ദേഹം കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ നിയമിച്ചത് വഴി ഒരു പൊതുജനങ്ങളെ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് സംശയമുണ്ടാക്കുന്ന തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ലേ നിയമവകുപ്പ് മന്ത്രി എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. രാജിവെച്ചു എന്നുള്ളത് കൊണ്ടാണ്. നിയമന ഉത്തരവ് റദ്ദാക്കി എന്നുള്ളെങ്കിൽ എനിക്ക് ഈ ചോദ്യമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് രാജിവെക്കണമെങ്കിൽ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടാവണം. ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ ആ കടലാസുകൾ കാണാം. മുഴുവൻ രേഖകളും ഇപ്പോൾ ഡിജിറ്റലാണ്.
ഈ രേഖകളിൽ തങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം സ്മാർട്ട് ക്രിയേഷൻസിന് അനുകൂലമായതെല്ലാം ഈ വിധിയുടെ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടിയായിരുന്നോ ഈ ക്ഷണനേരം കൊണ്ട് ഈ സ്പെഷ്യൽ പ്ലീഡറായിട്ട് KB പ്രദീപിനെ നിയമിച്ചത്? ഇതാണ് എൻ്റെ ഒരു സംശയം. രണ്ടാമത്തെ സംശയം നോക്കൂ, ഇതിൽ വകുപ്പ് മന്ത്രിയുണ്ട്, ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് നമ്മൾ കേട്ടു, ഇത് ക്യാബിനറ്റിൻ്റെ തീരുമാനമെടുത്താൽ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചേൽപ്പിച്ചു പോയി എന്ന്. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിട്ടില്ലേ? എങ്ങനെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ ഇങ്ങനൊരു നിയമനം നടക്കുക? സെക്രട്ടേറിയറ്റിൽ ഒരു റൂൾസ് ഓഫ് ബിസിനസ് ഇല്ലേ? സെക്രട്ടേറിയറ്റിലെ റൂൾസ് ഓഫ് ബിസിനസ് എന്താ? ഒരു വകുപ്പുമായി ബന്ധപ്പെട്ടൊരു വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്യണമെങ്കിൽ, ഇത് മന്ത്രിസഭ ചർച്ച ചെയ്യേണ്ട വിഷയമാണല്ലോ, ആ വകുപ്പ് സെക്രട്ടറി അങ്ങനെ ഒരു ഫയൽ പുട്ടപ്പ് ചെയ്ത് അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ എത്തിച്ച് മുഖ്യമന്ത്രി ഒരു കുറിപ്പോടുകൂടി ഇത് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ച് ചീഫ് സെക്രട്ടറിക്ക് അയച്ച് ചീഫ് സെക്രട്ടറി വേണ്ട തിരുത്തലുകൾ വരുത്താൻ വകുപ്പ് സെക്രട്ടറിക്ക് കൊടുത്ത് അവിടെ നിന്ന് വീണ്ടും വകുപ്പ് സെക്രട്ടറി വകുപ്പ് മന്ത്രിയുടെ അനുവാദത്തോടു കൂടി എന്താണോ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യേണ്ടത് ആ വിഷയത്തിൽ കൃത്യമായ ഫയൽ നോട്ട് എഴുതി അത് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത് ചീഫ് സെക്രട്ടറി ഇംഗ്ലീഷിൽ 5 കോപ്പിയും ഇംഗ്ലീഷിൽ 5 കോപ്പിയും മലയാളത്തിൽ 35 കോപ്പികളും എടുത്ത് അത് ഈ കൺസേൺഡ് മന്ത്രിയെ അറിയിച്ചതിന് ശേഷമല്ലേ മന്ത്രിസഭയിൽ വയ്ക്കുക? ഇത്രയും കാര്യം സംഭവിക്കണ്ടേ? അതിനുശേഷം മന്ത്രിസഭയിൽ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഇതേ ഫയൽ നോട്ട് ക്യാബിനറ്റിൽ നിന്ന് നേരെ ചീഫ് സെക്രട്ടറിക്ക് പോയി ചീഫ് സെക്രട്ടറി ക്യാബിനറ്റ് തയ്യാറാക്കി വകുപ്പ് സെക്രട്ടറിക്കും വകുപ്പ് മന്ത്രിക്കും കൊടുക്കണം. 48 മണിക്കൂറിനുള്ള ആ വകുപ്പ് സെക്രട്ടറി സ്വന്തം കൈയെടുത്തിട്ട് ആ ഉത്തരവ് പുറപ്പെടുവിക്കണം. ഇതാണ് ചട്ടം, ഇതാണ് റൂൾസ് ഓഫ് ബിസിനസ്. ഈ റൂൾസ് ഓഫ് ബിസിനസ്സിൽ വകുപ്പ് മന്ത്രിയായ ദേവസ്വം വകുപ്പ് മന്ത്രി ഒന്നും അറിഞ്ഞില്ലേ? ഇതെങ്ങനെയാണ് കേരളത്തിലൊരു ഭരണം നടക്കുക? ഇത് കൂട്ടുത്തരവാദിത്വമുള്ളൊരു സർക്കാരല്ലേ? കൂട്ടുത്തരവാദിത്വമുള്ള ഈ പറയുന്ന ദേവസ്വം മന്ത്രിക്ക് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാൻ കഴിയുമോ? ഇന്ന് അദ്ദേഹം വന്ന് ന്യായീകരിക്കുന്നത് കേട്ടു. ഇന്ന് അദ്ദേഹം ന്യായീകരിച്ചതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ കൂട്ടുത്തരവാദിത്വം എന്നുള്ളൊരു ചോദ്യം വരും നാളെ. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം അങ്ങയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്ന അങ്ങയുടെ വകുപ്പ് സെക്രട്ടറി കൊടുത്ത ഒരു കടലാസല്ലേ എന്നൊരു ചോദ്യം വരും. അതുകൊണ്ട് അദ്ദേഹം പറയും ഒരു മികച്ച ക്രിമിനൽ ലോയർ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാവാം നിയമനം നടത്തിയത്. ആവാമെന്നല്ല സാർ, അങ്ങയുടെ വകുപ്പിൽ നിന്ന് തന്നെ പോകേണ്ടതാണ്. അങ്ങയുടെ വകുപ്പിലെ ഒരു സ്പെഷ്യൽ പ്ലീഡറായിട്ടാണ് നിയമിച്ചത്. നിയമവകുപ്പിൽ നിന്നാണ് പോകുന്നതെങ്കിൽ കൂടി നിയമവകുപ്പിലെ സെക്രട്ടറി അറിഞ്ഞില്ലേ ഇത്? നിയമവകുപ്പ് മന്ത്രി ഈ വിഷയം പുട്ടപ്പ് ചെയ്യുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ലേ? പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? എന്നിട്ട് ദേവസ്വം മന്ത്രി ആദ്യം നടത്തിയ ന്യായീകരണം നമ്മളെ അത്ഭുതപ്പെടുത്തി. കള്ളൻ്റെ കൂടെ നിന്ന് മുഴുവൻ കാര്യങ്ങളും പഠിച്ചത് ഗുണകരമാവും അത്രേ ഈ വക്കീലിനെ നമ്മുടെ ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് വന്നാൽ. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ മനുഷ്യൻ രാജിവെച്ചിട്ട് വീണ്ടും കള്ളൻ്റെ വക്കീലായിട്ട് പോകുമല്ലോ സ്വാഭാവികമായിട്ടും. ഒരു ദിവസം ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. ആരാണതിന് ഉത്തരവാദി? നിയമിച്ച ആൾക്കാരല്ലേ? ഈ നിയമനം എങ്ങനെ നടന്നു? ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള റൂൾസ് ഓഫ് ബിസിനസ് പാലിച്ചുകൊണ്ട് നടക്കേണ്ട നിയമനം എങ്ങനെയാണ് തിടുക്കപ്പെട്ട് നടന്നത്? ഇതിന് പിന്നിൽ ഇപ്പോൾ പുറത്ത് പല ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഒരു പ്ലീഡർക്ക് ഇത്ര വെച്ച് എന്ന മട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അത് പുറത്തു വരണം. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പുറത്തു വരണം. ഇതിൽ ചില ആളുകൾ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ചില രേഖകളുണ്ട്. അതിൽ കസ്റ്റംസിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് നിന്ന ഒരു വക്കീലിനെ ഈ GP ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. BJPയുമായിട്ട് ചേർന്ന് നിൽക്കുന്നയാളാണ്. നോക്കൂ, കസ്റ്റംസിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിച്ചിട്ടുണ്ട് ഈ ലിസ്റ്റിൽ. എങ്ങനെയാണ് BJP സർക്കാർ നിയമിച്ച ഒരു വക്കീലിനെ ഈ സർക്കാരിൻ്റെ ഗവൺമെൻറ് പ്ലീഡറായിട്ട് നിയമിക്കാൻ പറ്റുക? എങ്ങനെ നിയമിക്കാൻ പറ്റുക? സംശയം എന്താ? ഗവർണർക്ക് വേണ്ടി തന്നെ പ്രത്യേകമായിട്ട് കോടതിയിൽ ഹാജരായ ഒരു അഭിഭാഷകനെ തന്നെയാണല്ലോ നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിൽ നിയമിച്ചത്. അപ്പോൾ ഈ 2 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, രാജിയാണ് നടന്നിരിക്കുന്നത്. ആ ചുമതല ഏറ്റെടുത്ത ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ, ഈ പറയുന്ന ഔദ്യോഗിക രേഖകൾ ഈ പ്രതിഭാഗത്തിന് അനുകൂലമാകുന്നത് വിധം KB പ്രദീപിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗുരുതരമായൊരു വിഷയമാണ്. ഈ സ്വർണ്ണക്കൊള്ള അട്ടിമറിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമായിരുന്നു അത് എന്ന ചോദ്യത്തിലേക്ക് പോകും. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിൽ SIT ചോദ്യം ചെയ്ത K രജികുമാറുമായി VD സതീശൻ ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന മട്ടിലൊരു വാർത്ത പ്രചരിച്ചിരുന്നു. അതിൽ നിജസ്ഥിതി എനിക്കറിയില്ല. അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടോ? അതിനുശേഷമാണോ KB പ്രദീപിന്റെ നിയമനത്തിലേക്ക് എത്തിയത്? ആ KB പ്രദീപിന്റെ നിയമനം ചുരുങ്ങിയ മണിക്കൂറുകൾക്ക് ആയിരുന്നുവെങ്കിലും ആ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഔദ്യോഗിക രഹസ്യരേഖകൾ, അതായത് പ്രതിഭാഗത്തിനു വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന അഭിഭാഷകൻ വളരെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ വാദിഭാഗത്തിൻ്റെ അഭിഭാഷകനായി വാദിഭാഗത്തുള്ള പ്രതിഭാഗത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട രഹസ്യ വിവരങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. സംശയിക്കാമിത്. അങ്ങനെ ഒന്നും ഇനി സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ സംശയത്തെ എങ്ങനെയാണ് നിങ്ങൾ മാറ്റുക? ഇത് ഭക്തജനങ്ങളുടെ മാത്രമല്ല, നിയമത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത്രയും വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതിനെ കേവലം U-turn എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കാൻ ഞാൻ തയ്യാറല്ല. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ എല്ലാവരും സൂചിപ്പിച്ച ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനകൾ.
ഒരു സിസ്റ്റം എററാണ് സാർ എന്ന പഴയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയല്ലേ. ആരെയാ മാറ്റിയിരിക്കുന്നത്? ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയിരിക്കുക. എന്തിനാ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയത്? ആ മാറ്റിയതിന് പറഞ്ഞ ന്യായീകരണം എന്താ? 15 ദിവസത്തെ ലീവിന് അപേക്ഷിച്ചുവെന്ന്. വസ്തുതയാണോ? കള്ളം പറയല്ലേ ചെയ്തത്? 2 ദിവസത്തെ ലീവിന് മാത്രമല്ലേ ഈ പറയുന്ന ഡോക്ടർ റീന അപേക്ഷിച്ചിരിക്കുന്നത്? അതിനുശേഷം ഏത് തസ്തികയിലാണ് നിയമിച്ചിരിക്കുന്നത്? ആരോഗ്യവകുപ്പിന് താഴെ റീജിയണൽ പബ്ലിക് ഹെൽത്തിൻ്റെ ഡയറക്ടറുടെ കീഴിലുള്ള ഒരു തസ്തികയിലേക്ക് നിയമിച്ചിരിക്കുക. എന്താ ഡോക്ടർ റീന ചെയ്ത കുറ്റം? ഈ സിസ്റ്റത്തിന് ചേർന്ന് പോകുന്ന ആളല്ലെന്ന്. എങ്കിൽ അതങ്ങ് ആദ്യം പറഞ്ഞാൽ പോരെ. എന്നിട്ട് പറയുകയാണ് കോഴിക്കോട് പോയിട്ട് പറയുന്നു നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. 3 മണിക്കൂർ മുമ്പേ അത് സ്ഥിരീകരിച്ചിരുന്നു സാർ. അത് കളക്ടർ പറഞ്ഞു. ഈ വിവരമൊന്നും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അറിയുന്നില്ല. ഇന്നലെ പാലക്കാട് വന്ന് അടുത്ത അബദ്ധവും കൂടി പറയുന്നു. കോളറ സ്ഥിരീകരിച്ചു എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു. സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് DMO പറയുന്നു. അപ്പോൾ സ്ഥിരീകരിച്ചതായി സംശയമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. പിന്നീട് DMO ഒരിക്കൽ കൂടി പറയുന്നു അങ്ങനെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? എങ്ങനെയാണ് നിപ്പയെ നമ്മൾ കൈകാര്യം ചെയ്തത്? എങ്ങനെയാണ് കോവിഡിനെ നമ്മൾ കൈകാര്യം ചെയ്തത്? ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി, ഷിഗല്ല ഓരോ ദിവസവും കൂടി വരുന്ന സാഹചര്യം, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. യു ടേണുകൾ പലതരത്തിൽ സംഭവിക്കുന്നത് ആ അർത്ഥത്തിൽ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ മുൻനിർത്തി നമുക്ക് അത്ഭുതം മാത്രമല്ല നമുക്ക് വേദനയും ഉണ്ടാക്കുന്നു. നാലാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. മോഡിഫിക്കേഷനെ കുറിച്ച് ഒരു പൂക്കി ആംഗ്യ ഭാഷയിൽ ഒരു അനുവാദം നൽകിയിരുന്നല്ലോ. പൂക്കി വാചികമാംഗികം എന്നൊക്കെ പറയുന്ന പോലെ അത് ഭാവാംഗീകാരമായിരുന്നു അത് അല്ലേ ഈ മോഡിഫിക്കേഷൻ. ഇപ്പോൾ ഏറ്റവും ഒടുവിലൊരു കണക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 24 ദിവസം കൊണ്ട് 86 ലക്ഷം രൂപ പിഴയിട്ടിരിക്കുന്നു മോഡിഫിക്കേഷൻ നടത്തിയ മനുഷ്യർക്ക്. മോഡിഫിക്കേഷൻ ആകാമെന്ന ആ പൂക്കി മുദ്രയിൽ വിശ്വസിച്ച മനുഷ്യർക്ക് 86 ലക്ഷം രൂപ പിഴയിട്ടിരിക്കുന്നു. 44 ദിവസത്തെ കണക്കെടുത്താൽ 1 കോടിക്ക് അപ്പുറം വരും. സത്യപ്രതിജ്ഞ ചെയ്തത് മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുത്താൽ VD സതീശൻ സർക്കാരിൻ്റെ കാലത്ത് മാത്രം മോഡിഫിക്കേഷൻ്റെ പേരിൽ പിഴയിട്ടതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ സർക്കാരിലേക്ക് അടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മോഡിഫിക്കേഷനിൽ വിശ്വസിച്ചുകൊണ്ട് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോയവരുടെ അവസ്ഥ എന്തായി എന്നത് അറിയുക. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് 5-ാമത്തേതാണ്. PMCയുമായി ബന്ധപ്പെട്ട വിഷയം എന്തായിരുന്നു? സമസ്ത എന്താ പറഞ്ഞിരിക്കുന്നത്? അത് മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സർക്കാരിൻ്റേത് ജനവിശ്വാസത്തെ തോൽപ്പിക്കുന്ന കാൽവയ്പ്പാണ്, സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചു. ഞാൻ പറയുന്നതല്ല, സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം പറയുന്നു. ധവളപത്രത്തിൽ ഒരു വരിയിൽ പോലും കേന്ദ്രത്തെ വിമർശിക്കാതിരിക്കാൻ ജാഗ്രത കാണിച്ചു. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമാണ്. PMCയിൽ മോദി സർക്കാരിന് പിണറായി സർക്കാർ കീഴടങ്ങി KC വേണുഗോപാൽ പറഞ്ഞത്. ഇന്ന് അതേ PMCയെ കുറിച്ചുള്ള ചോദ്യത്തിന് കള്ളം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനല്ലേ ശ്രമിച്ചത്? PMCയിൽ നിന്ന് ഒരു പൈസ സർക്കാർ വാങ്ങിയിട്ടുണ്ടോ? അത് SSK ഫണ്ടല്ലേ? ബാക്കി പൈസ വന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഫണ്ടായി തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം പെൻഡിംഗ് ഉണ്ടായിരുന്ന പണമല്ലേ? PMC ഏതെങ്കിലും ഒരു സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ടോ? PMCയുടെ പേരിൽ പൈസ കേരള സർക്കാർ വാങ്ങിയിട്ടുണ്ടോ? വാങ്ങിയിട്ടില്ല എന്നിരിക്കെ PMCയുമായി തുടരാൻ ഞങ്ങളില്ല എന്ന് അന്ന് സർക്കാർ വിവാദങ്ങൾക്കൊടുവിൽ ഒരു കത്ത് അയച്ചിരിക്കുന്ന സാഹചര്യമായിരിക്കെ എന്താണ് UDFലെ നേതാക്കൾക്ക് വന്ന് ഞങ്ങൾ PMCയുമായി മുന്നോട്ടില്ല എന്ന് പറയാൻ ഇത്ര തടസ്സം? കേന്ദ്രം നിലപാട് ചോദിച്ചിട്ടുണ്ട്. കേന്ദ്രം നിലപാട് ചോദിച്ചിരിക്കുക. ആ നിലപാട് ചോദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ടില്ല എന്ന് ഉഷാറോട് പറയാൻ എന്താ ഇത്ര UDF നേതാക്കൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? എന്താ മന്ത്രിമാർക്ക് ഇതിലെ ബുദ്ധിമുട്ട്? അത് നിയമപ്രശ്നമാണ്, സാങ്കേതികമാണ്, അത് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങൾ ഒപ്പിട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒപ്പിട്ടത് പിൻവാങ്ങിയിരിക്കുന്നു. ആ കത്ത് കൊടുത്തിരിക്കുന്നു. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഞങ്ങളില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കേന്ദ്രം ഇപ്പോൾ കേരളത്തിൻ്റെ നിലപാട് ചോദിച്ചിരിക്കുന്നു. ഒരു കത്ത് കൊടുത്തൂടെ? ഞങ്ങൾക്ക് PMCയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന കത്ത് കൊടുത്ത് ധൈര്യത്തോടു കൂടി ഈ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മന്ത്രിമാർ പറയേണ്ടതല്ലേ? സമസ്ത ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്: PMC പോലെയുള്ള പദ്ധതികളിൽ സർക്കാർ സ്വീകരിക്കുന്ന വ്യക്തതയില്ലാത്ത നിലപാടുകളും അനിശ്ചിതത്വം സതീശൻ സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടില്ലെന്ന് പറയാനാകുമോ എന്നാണ് ചോദിച്ചത്. ഇത് എൻ്റെ വിമർശനമല്ല, സുപ്രഭാതം പത്രത്തിൻ്റെ, സമസ്തയുടെ മുഖപത്രത്തിൻ്റെ വിമർശനമാണ്. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ടേൺ അടിച്ചുകൊണ്ടേ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിരിക്കുന്നു. ചുരുങ്ങിയ ദിനം കൊണ്ട് എന്നുള്ളതാണ്. അതിവേഗമാണ് പിഴവുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പിഴവുകളിൽ ചിലത് പൊതുജനാരോഗ്യത്തെ ബാധിക്കുമെന്നതിൽ ആശങ്കയുമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. തുടരുന്ന ടേണോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, തുടരുന്ന ടേൺ ആണോ? ടേണുകൾ തുടങ്ങുന്നേ ഉള്ളൂ വരും സാറേ, തുടങ്ങിയിട്ടില്ല. 28 ദിവസം കൊണ്ട് 2 ടേൺ അടിച്ചു കഴിഞ്ഞു. ആരാണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് നടത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടത് ആരാണ് നടത്തുന്നത് എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയായി മാറി, VD സതീശനായി മാറി എന്നുള്ളതാണ്. പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഇല്ല കേട്ടോ. ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം കോൺഗ്രസിന് കേരളത്തിൽ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ പറയുന്ന ലോയേഴ്സ് കോൺഗ്രസിൻ്റെ അടുത്ത് നിന്ന് ലെറ്റർ വാങ്ങി, അവരുടെ ലിസ്റ്റ് വാങ്ങി, പാർട്ടി നോക്കിയതിന് ശേഷം ഘടകകക്ഷികളുടെ യോഗം വിളിച്ച് ഘടകകക്ഷികളുടെ എണ്ണം കാൽക്കുലേറ്റ് എനിക്ക് തോന്നുന്നു 163 139 സീറ്റാണ് മൊത്തം ഉള്ളത്. അതിൻ്റെ അകത്ത് 3 ഒരേ AGയും
2 അഡീഷണൽ എ ജിമാരും പോയി കഴിഞ്ഞാൽ 1 DGP പോയി കഴിഞ്ഞാൽ ബാക്കി പിന്നെ അവരുടെ 3 പേർക്ക് ഇപ്പോൾ AGക്ക് 3 പേരെ വെക്കാം. അതുപോലെ തന്നെ അഡീഷണൽ എ ജിമാർക്കും DGPക്ക് 2 പേരെ വീതം വെക്കാം. അവർ വെച്ച് കഴിഞ്ഞാൽ ബാക്കി 9 എണ്ണം കഴിഞ്ഞാൽ ബാക്കി 130 സീറ്റുണ്ട്. അതിനകത്ത് ആ 130 സീറ്റ് ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന എത്രയൊക്കെ നിശ്ചയിച്ച് ഇതിൻ്റെ ലിസ്റ്റ് മുഴുവൻ പൂർത്തീകരിച്ച് പിന്നെ നിയമകാര്യ സെക്രട്ടറിക്ക് കൊടുത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രിയാണ് സെക്രട്ടറിക്ക് പോയി ഈ നാലുത്സവം നടത്തിയ റൂൾസ് ഓഫ് ബിസിനസ് എല്ലാം നടപ്പിലാക്കി ശേഷം നടപ്പിലാക്കേണ്ട ഒരു സംവിധാനമാണ്. ഇത് പാർട്ടി അറിഞ്ഞിട്ടില്ല. ഇന്ന് KPCC പ്രസിഡന്റ് പറയുന്നത് ആര് നിയമനം, എവിടെ നിയമനം, ഇതാര് നടത്തി എനിക്കറിയില്ല എന്നുള്ള നിലയ്ക്കാണ് തിരുവനന്തപുരം ഭാഷ പറഞ്ഞ. കാരണം ഒരു ധാരണയില്ല ആർക്കും ഇതെങ്ങനെ നടപ്പിലാവുന്നുള്ളത്. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റാണ് പോലും. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് RSSകാർ, BJPക്കാർ, CPIക്കാർ വരെ ഉണ്ടെന്ന്. CPIക്കാർ വരെ CPIയുടെ ലോക്കൽ കമ്മിറ്റി ആവും ഗവൺമെൻറ് പ്ലെയർ. ഒന്ന് ആലോചിച്ച് നോക്കുന്നത് കേരള ഹൈക്കോടതി നടക്കുന്നത് ഇതാരാണ് നോക്കുന്നത്? ഒരു സംവിധാനത്തിനും പിന്നെ ഒരു നാഥനില്ലാത്ത അവസ്ഥ, കുത്തഴിഞ്ഞ അവസ്ഥ. ഇന്ന് സ്മൃതി മാഡം നേരത്തെ പറഞ്ഞല്ലോ ഈ നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ. എന്താ അവിടെ സംഭവിച്ചതെന്നറിയോ? അവർ ഈ പിന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഉള്ളവരെ ലിസ്റ്റ് തയ്യാറാക്കി. ഒരു മിനിറ്റ്, കണ്ടെയ്ൻമെൻറ്റ് ലിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാവരും കൂടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് എല്ലാവരും വിളിച്ച് പറഞ്ഞു നിങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ ഭാഗമാണ്, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് നീങ്ങരുത്, നിങ്ങൾ ആരും ബന്ധപ്പെടാൻ പാടില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇവർ ആ വഴിക്കാൻ പോയി. പിന്നെ 3 ദിവസമായിട്ട് ഒരു അനക്കമില്ല. ഇവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, അകത്തേക്ക് വരാൻ പറ്റുന്നില്ല, ഇവർക്ക് ആരും സംസാരിക്കാൻ പേടി. അവിടെ ആ ജനങ്ങൾ മുഴുവൻ MLA ഓഫീസിലേക്ക് വിളിച്ചു, മന്ത്രി ഓഫീസിലേക്ക് വിളിച്ചു, DMN ഓഫീസിലേക്ക്. DMO പറയുന്നത് എനിക്ക് ചാർജില്ല എന്നാ പറയുന്നത്. ആർക്കാ ചാർജ്? കലക്ടർക്കാണ് ചാർജ്. കലക്ടറോട് ചോദിക്കുമ്പോൾ കലക്ടർ പറയുന്നത് എന്താ? കലക്ടർ പറയുന്നത് നമുക്ക് മന്ത്രി പത്രസമ്മേളനത്തിൽ പറയും, എന്നോട് പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രി പത്രസമ്മേളനത്തിൽ പറയും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ പറയുന്ന കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഉണ്ട് എന്ന് പറയുന്ന കുറേ ആൾക്കാർ, ഏകദേശം 4 മണ്ഡലത്തിലുള്ള കുറേ ആൾക്കാർ ലിസ്റ്റ് തയ്യാറാക്കി പോയിരിക്കുകയാണ്. എന്നിട്ട് ഇവരോടെല്ലാം ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഒരാളും സംസാരിക്കാൻ പാടില്ല. എന്നിട്ട് ഇവർ ഒരു നിവൃത്തിയില്ലാതെ MLAനെ വിളിക്കുകയാണ്. MLAനെ വിളിച്ചിട്ട് പറയുന്നു ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാം, ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റുമോ, പറ്റില്ലയോ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണത്, എന്താ ചെയ്യേണ്ടത്, ഭക്ഷണം മേടിക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാവരും ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ്. അതെ, റിയാസിനെ അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നില്ല. ഇവരെന്താ ചെയ്യേണ്ടത്? സർക്കാർ ഓർഡർ ഇട്ടേക്കാണ്, സർക്കാർ പറഞ്ഞേക്കാണ്, കളക്ടർ ഓഫീസിൽ വിളിച്ച് പറഞ്ഞേക്കാണ് നിങ്ങൾ കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ ഭാഗമാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം ഈ റിയാസ് പറയുന്നത് എന്താണെന്നറിയോ? ഈ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾ അവരെ വിളിച്ച് അവരെന്താ ചെയ്യേണ്ടതെന്ന് പറയണം എന്നാണ് പറയുന്നത്. അതിപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ, അല്ലാതെ റിയാസിനവിടെ പോയി വിളിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. നിങ്ങൾ ഇവരെ വിളിച്ചിട്ട് എന്തുകൊണ്ട് ഇവരോട് സംസാരിക്കുന്നത്, അവരെന്ത് ചെയ്യണം, അവരെ സംവിധാനം, അവർക്ക് ആശങ്കയുണ്ട്, ആശങ്ക പരിഹരിക്കണം എന്നാ പറയുന്നത്. അവിടെ ആശങ്ക പരിഹരിക്കാൻ മന്ത്രിയില്ല, കളക്ടറും ഇല്ല, നേതാക്കന്മാരും ഇല്ല, DMO ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് ചോദിക്കാൻ പറയുന്നത് പിന്നെ നേരത്തെ വവ്വാലുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ വവ്വാലുണ്ടായിരുന്നില്ലേ എന്നുള്ള പഴയ കഥകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നുകൊണ്ടാണ് ഇപ്പോൾ വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്താക്കുറിപ്പുണ്ട്. ഇത് വിശദീകരിക്കണ്ടേ? ഒരു നാട്ടിൽ ജനങ്ങൾക്ക് ആശങ്ക വന്നാൽ അത് വിശദീകരിക്കാനുള്ള മര്യാദ ഒരു മന്ത്രിയുടെ നിലയ്ക്ക് വേണം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ശൈലി എന്താണ്, നമ്മൾക്ക് ഇങ്ങനെ എങ്ങനെ പ്രതിരോധിക്കണം, നിങ്ങൾ എങ്ങനെ ഓരോരുത്തരും കൈകാര്യം ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ പറയാം, എനിക്ക് ഇപ്പോൾ 4 ദിവസമായിട്ട് നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് പോലും മനസ്സിലാക്കിയിട്ടില്ല ഇവർ ആരൊക്കെയായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയോ? ഇത് സാറെ വിശദീകരിക്കേണ്ടതെന്ന് കണ്ണടച്ച ഇരുട്ടാവത്തില്ലെന്നേ, കണ്ണടച്ച ഇരുട്ടാവില്ല. ഒരു മണ്ഡലത്തിൽ 27 പേര് ശകല വെച്ചിട്ട് കുട്ടികളോ അഡ്മിറ്റ് ആണ്. ഞാൻ പറഞ്ഞത് ഓരോ കാര്യങ്ങളാണ്, ഇത് വിശദീകരിക്കേണ്ടത്. ഇപ്പൊ ഇന്ന് പറയാണ് കോളറ ഉണ്ടെന്ന് നമ്മളാരും പറഞ്ഞാലോ, കോളറ ഉണ്ടെന്നുള്ള കോളറ ഉണ്ട് നമ്മളാരും പറഞ്ഞു കഴിഞ്ഞാലല്ല, അവർ അതിൽ തന്നെ പറയുന്നത് കോളറ ഉണ്ട് എന്ന് പറയുന്നു. ജനപ്രതിനിധിയെ MLA അടക്കം വിളിച്ച് വിശദമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. നമ്മൾ കാണുന്ന ബൈറ്റിൽ മുഹമ്മദ് റിയാസ് പറയുന്ന ഇതാണ്, എനിക്ക് ഈ പറയുന്ന കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരുടെ നമ്പർ കിട്ടണം, എനിക്ക് അവരെ ആശ്വസിപ്പിക്കണം എന്ന ബൈറ്റാണ് നമ്മൾ ഓണർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. അതാണ് ബന്ധപ്പെട്ടവരെ ചെയ്യണം. അപ്പൊ ഞാൻ ഒരു 3-4 മണ്ഡലത്തിലെ ആളുകളെ ഇവിടെ കണ്ടെയ്ൻമെന്റ് സോണിലാരും ഒന്ന് വിളിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച് ഞാൻ ഉണ്ട്. ഉള്ളിലാളുണ്ട്, ഞാൻ അവര് സമ്മതിക്കട്ടെ, അപ്പൊ പോവാം. അതാണ് സമ്മതിച്ചേ വിളിക്കാൻ പറ്റുന്നതാണ്. അല്ല
അല്ല, കണ്ടെയ്ൻമെന്റ് സോണിൽ ഉള്ള ആളുകളുടെ പട്ടിക ഉണ്ടല്ലോ, അതിൽ 2-3 ആളെ അവർക്കൊപ്പം ഇരുന്ന് MLA ഒന്ന് വിളിച്ച് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾ പറയും മുമ്പ് അങ്ങനെയല്ലേ ചെയ്യല്? കാരണം അവർക്ക് ജനങ്ങൾ ആശങ്കകളോട് രാവിലെ വിളിച്ചോണ്ടാണല്ലോ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഈ സംവിധാനത്തിൽ നിന്നുകൊണ്ട് വിളിക്കണമെന്നാണ്. അവർക്ക് ആശങ്കയുള്ളതുകൊണ്ട് ഔദ്യോഗിക സഹോദരൻ ആരെയും വിളിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. കാരണം അവിടുത്തെ ഒരാളും ചർച്ച നമ്മൾ കണ്ടുശീലിച്ചതും നമ്മൾ ഓരോ സംവിധാനത്തെ പ്രതിരോധിച്ച സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. മനസ്സിലായല്ലോ? അതൊക്കെ പൊട്ടത്തെറ്റാണ് എന്ന് പറയുന്നു വേണ്ട. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ അതിന് ആ രീതിയിൽ അത് മനസ്സിലാക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യണ്ടേ? ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ ആരോഗ്യ സെക്രട്ടറിനെ മാറ്റി. ആരോഗ്യ സെക്രട്ടറിനെ അപ്പോയിന്റ് ചെയ്ത് എത്ര ദിവസമായി? 3 വർഷം നേരത്തെ ഉള്ളതാണ്. അതെ. അപ്പൊ അവർക്ക് ഈ പറയുന്ന ഈ നിപ്പേനെ കൈകാര്യം ചെയ്തതിനെ കുറിച്ചും ഈ പറയുന്ന സംവിധാനം ചെയ്തിട്ടും ധാരണയില്ല എന്ന് അപ്പൊ എന്താ പറയുന്നത്? അത് ഞാൻ പറയുന്നത് ഒരു അടിയന്തര സാഹചര്യത്തെ കൈകാര്യം ചെയ്ത സമയത്താണോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക? നോക്കുക. അല്ല, പൊളിറ്റിക്കൽ കാര്യം ശബരിമലയിലേക്ക് ഡോക്ടർമാരെ അയക്കേണ്ട എന്ന തീരുമാനം. അതാണ് ഞാൻ പറയുന്നത്. ഈ എടുക്കുന്ന നിലപാടുകൾ ഏത് സമയത്ത് എടുക്കുന്ന നിലപാട് ശരിയാണോ തെറ്റാണെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ശബരിമലയിലേക്ക് ഡോക്ടർമാരെ അയക്കുന്ന പ്രശ്നമാണോ വലുത്? ആണോ? കേരളം മുഴുവൻ പനിച്ച് വരച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണിത് മാറ്റുന്നത്. ആരാ മാറ്റുന്നത്? എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു പുതിയ അപ്പോയിൻമെൻ്റ് ആയിരുന്നു, 2-3 ദിവസമായിട്ടില്ല, ഒരാഴ്ചയായിട്ടില്ല, അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. ഒരാളെ മാറ്റി പുതിയ ആളെ കൊണ്ടുവരുന്നതൊക്കെ ഇത് കഴിഞ്ഞ 3 വർഷമായി ആരോഗ്യ സെക്രട്ടറി ഇരുന്ന ആൾക്ക് നല്ല ധാരണയുണ്ട്. അവരെടുത്ത് മാറ്റിയാണ്. അവരെടുത്ത് മാറ്റിയതോടെ കണ്ടു എന്ത് സംഭവിച്ചു? പിന്നെ ഇതാണ് അവസ്ഥ. ഇപ്പം കോളറ ഇട്ടോ ചോദിച്ചാൽ കോളറ ഉണ്ടെന്ന് അറിയത്തില്ല. മന്ത്രിയെ തിരുത്തി DMO വരികയാണ്. മന്ത്രിനെ തിരുത്തിയിട്ടാണ് DMO വരുന്നത്. അല്ല, DMOനെ തിരുത്തി മന്ത്രിയല്ല വരുന്നത്. അത് കഴിഞ്ഞ് സംസാരിച്ചിട്ടും ഈ പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ട് വരാൻ പറ്റുന്നില്ല. പറഞ്ഞ വാക്കിൽ നിന്ന് പിന്നോട്ട് വരാൻ കഴിയുന്നില്ല. പിന്നെയും പറയാണ്, സംശയിക്കുന്നു. അപ്പോഴും പറയാണ്. അപ്പൊ ഇത് കുഴപ്പമാണെന്നേ. ഈ കുഴപ്പങ്ങൾ തന്നെയാണ് മൊത്തത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് RSSകാരനും ഈ പറഞ്ഞ BJPക്കാരനും CPIക്കാരനും കേരള ഹൈക്കോടതിയുടെ ഗവൺമെന്റ് പ്ലീഡറായിട്ട് വരുന്നു. ഇന്നേ വരെ ഹൈക്കോടതി കാണാത്തവർ വരെ. ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. PK ശാന്തമ്മ എന്ന് പറഞ്ഞൊരു പ്ലീഡർ വരുന്നുണ്ട്. SC വിഭാഗത്തിൽ നിന്ന് ഒരാളെ, ആ വിഭാഗത്തിൽ നിന്ന് ഒരാളെ നിയമിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നെഗറ്റീവ് മാത്രം പറയുമ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ വേണമെന്നാണ് നോക്കൂ. അത് ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാളെ എടുക്കുന്നുള്ള അവരെ കൂടി പരിഗണിക്കുന്ന ഒരു വലിയ തീരുമാനത്തിൽ ആരോട് ആലോചിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത്, കേരള ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചത് കേരളത്തിലെ മന്ത്രിമാരോട് ആലോചിച്ചിട്ടാണോ? ഏതെങ്കിലും വകുപ്പിനോട് ആലോചിച്ചിട്ടാണോ? അത് ആരോട് ആലോചിച്ചിട്ട് എങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതാണല്ലോ ലോയേഴ്സ് കോൺഗ്രസിന്റെ ലോയർമാരുടെ സംഘടനയായ ലോയർ കോൺഗ്രസ് അല്ലേ? ആ സംവിധാനത്തിനോട് പോലും ആലോചിച്ചിട്ടില്ല. നിയമനം കഴിഞ്ഞു. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ പറയാം, ഇപ്പം ഉദാഹരണം പറയാം. ഇപ്പം 130 പേരിൽ 40 പേർക്ക് ലീഗിന് വേണം എന്നാണ് പറഞ്ഞല്ലോ. 40 പേര് 10 പേരെ അപ്പോയിന്റ് ചെയ്തു. ബാക്കി 30 പേരെ ഇനി അപ്പോയിന്റ് ചെയ്യാനുണ്ട്. അവർക്ക് പോലും അറിയില്ല ഇത് എവിടെ എത്തി, ആരോട്. അപ്പോൾ സാധാരണ അവർ തന്നെ പറയുന്നത് എന്താ അറിയോ? അവരുടെ വകുപ്പിലുള്ള ലിസ്റ്റ് അവർ തന്നെ സൈൻ ചെയ്ത് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോവുകയാണ്. ഇത് അങ്ങനെയുള്ള ചോദ്യമൊന്നുമില്ല. അവിടെ നിന്ന് മേലെ താഴേക്ക് വരികയാണ്. ഇത് ഇന്ന ആൾക്കാരാണ് കേട്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ അപ്പോൾ നമ്മൾ മുരളീധരൻ്റെ കാര്യം പറയുമ്പോൾ എന്താ? മുരളീധരൻ്റെ കാര്യം പറയുന്നതിനകത്ത് ഇത്രയും സീനിയറായ നേതാവ് ആണെങ്കിൽ കൂടെ 30 ദിവസം മാത്രമേ അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നുള്ളൂ. അദ്ദേഹം മന്ത്രിയായിട്ടുള്ള പരിചയം അദ്ദേഹത്തിനില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് മുഖ്യമന്ത്രി അല്ലാത്ത സമയത്ത് എന്ത് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ മന്ത്രിയാകുന്നതിന് മുന്നേ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും പറയാം എന്നുള്ളതാണ്. ആ സ്ഥലത്ത് വരുമ്പോഴാണല്ലോ ആ ബുദ്ധിമുട്ട് തിരിച്ചറിയുക. ആ സ്ഥലത്ത് വരുമ്പോൾ ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഭിമുഖിച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങൾ പറയുന്നതെന്ന് പറയുകയാണ്. ഇപ്പോൾ PM ശ്രീൻ്റെ കാര്യത്തിൽ പറയുന്നത് എന്താ? PM ശ്രീൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഇത് നടപ്പിലാക്കാൻ, ഇത് സാങ്കേതികമായി ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞു. അടുത്ത ക്യാബിനറ്റിൽ നമുക്ക് അതിൽ വ്യക്തത വരുന്നു. അടുത്ത ക്യാബിനറ്റിൽ എടുക്കുന്നുണ്ട്. അതെ, അല്ല, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ 2-3 ക്യാബിനറ്റ് വരുന്ന സമയത്തൊക്കെ ഇത് കണ്ടതാണ്. അപ്പം അടുത്ത ക്യാബിനറ്റിൽ ഇതൊക്കെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നും. കാരണം ഇനി അപ്പോയിൻമെൻ്റ് ആണല്ലോ. ഒറ്റ കാര്യം പറഞ്ഞ അവസരം സാറേ, ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാനെയും പിന്നെ അംഗങ്ങളെ ഒന്ന് അപ്പോയിൻറ്റ് ചെയ്യുമായിരിക്കും ഇനി. കാരണം അതെങ്കിലും ഇനി വേണ്ടേ? കാരണം അതിലൊന്ന് 130 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഇതിന് ഒന്നിനും നാഥനില്ല. അപ്പോൾ
ഒന്നിനും അതിനില്ല. അത് പല ചെയർമാന്മാരുടെ ഓഫീസിൽ എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല. കാരണം 2 മാസമായി CP ഭരണത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 മാസത്തിലായിട്ട് അവിടെ ഒരു മനുഷ്യനില്ല, ഒരു ചെയർമാൻ സ്ഥാപനത്തിൻ്റെ അകത്തും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അകത്തും. ഈ മന്ത്രിമാർക്ക് വരെ തീരുമാനം അറിയില്ല. ഇന്നലെ ഒരു മന്ത്രി പിന്നെ ചോദിക്കുകയാണെന്ന് പറഞ്ഞത്, നമ്മുടെ വകുപ്പിൻ്റെ കീഴിൽ എത്ര പൊതുമേഖലാ സ്ഥാപനം ഉണ്ടെന്ന് ലിസ്റ്റ് തരുമോ എന്നുള്ളത്. കാരണം അവർക്ക് പോലും അറിയത്തില്ല എന്താണെന്നുള്ളത്. കാരണം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ഇല്ല, പ്രസിഡന്റ് ഇല്ല, KPCC പ്രസിഡന്റ് ഇല്ല, 2 വൈസ് പ്രസിഡന്റുമാരാണ് ഉള്ളത്. ഈ 2 വൈസ് പ്രസിഡന്റുമാരോടും ചോദിക്കുന്നില്ല, KPCC പ്രസിഡന്റുമാരോടും ചോദിക്കുന്നില്ല, അവിടെ ഒരു യോഗം നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുന്നേ കണ്ട ഒരു വാർത്ത വന്നു, KPCC യോഗം നടക്കുന്നില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയ യോഗം. അത് കഴിഞ്ഞിട്ട് സണ്ണി ജോസഫ് 2 വൈസ് പ്രസിഡന്റുമാരോട് പത്രക്കാരെ കൊണ്ട് കഴിഞ്ഞു, ഇടപാട് തീർന്നു. ഇനിയിപ്പോൾ എന്താ, ഇനി പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇപ്പോൾ സാധാരണ പിന്നെ ഇപ്പോൾ ജില്ലയിൽ നിന്നൊരു ഗവൺമെൻറ് ലീഡർ വരണമെങ്കിൽ അവിടെ DCC പ്രസിഡന്റ് കത്ത് വാങ്ങി അതായത് പാർട്ടിക്ക് കൊടുക്കുകയല്ലേ വേണ്ടത്, അതിനെല്ലാം നടക്കുന്നുണ്ടോ? ഇപ്പം എല്ലാവരും ഇപ്പോൾ എന്താ അറിയോ, ഇപ്പോൾ ഇനി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ നേതാക്കന്മാരും 4-5 പ്രധാനപ്പെട്ട നേതാക്കന്മാർ 4-5 പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാൻമാരെ നിശ്ചയിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതെടുത്തിട്ട് അങ്ങ് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, ബന്ധു നിയമനത്തിന് പകരം എന്താ നടക്കുക? സ്വജനപക്ഷപാതം നടക്കും. കാരണം എൻ്റെ ആൾക്കാരെ എനിക്ക് പറ്റിയ സ്ഥലത്തെല്ലാം കുത്തിക്കയറ്റാനുള്ള ശ്രമം നടക്കുന്നത്, അതിനുള്ള എല്ലാ പണിയും എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? ഒന്നും വിളിക്കുന്നില്ല. അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ വരുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്നും വിളിക്കുന്നില്ല. അപ്പോൾ തൽക്കാലം നിൽക്കട്ടെ, തൽക്കാലം ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ തുടരുന്ന യൂട്ടേണോ എന്നുള്ളതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.